നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പറയാൻ പോകുന്നത് യോഗ പരിശീലനങ്ങൾ ചെയ്യുന്ന രീതിയെ പറ്റിയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ആഴ്ചയിലും രണ്ടാമത്തെ ആഴ്ചയിലും ചെയ്യേണ്ട രീതിയെക്കുറിച്ചായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൂന്നാമത്തെ ആഴ്ചയും പിന്നെ നാലാമത്തെ ആഴ്ചയും ചെയ്യേണ്ട രീതികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ യോഗാഭ്യാസം ആദ്യം തുടങ്ങുന്നത് ശവാസനത്തിലൂടെയാണ്. ഒരു 20 മിനിറ്റ് ശവാസനത്തിൽ കിടന്നിട്ട് വേണം യോഗാഭ്യാസങ്ങളൊക്കെ തുടങ്ങാൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മൂന്നാമത്തെ ആഴ്ചയിൽ ആദ്യം ചെയ്യേണ്ടത് പദ്മാസനം. അതൊരു 1 മിനിറ്റ് വീതം ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് അർദ്ധ പദ്മാസനം. അത് 2-3 തവണ ചെയ്താൽ മതി. ഒരു 10 അല്ലെങ്കിൽ 20 സെക്കൻഡ് മാത്രം നിന്നാൽ മതി. പിന്നെ ചെയ്യേണ്ടത് കടി ചക്രാസനം 1ഉം 2ഉം. ഇത് 5 റൗണ്ട് വീതം ചെയ്യുക. അതും ഒരു 20 സെക്കൻഡ് വെച്ച് 5 റൗണ്ട് ചെയ്യുക. പിന്നെ ഇത് കഴിഞ്ഞ് ഈ യോഗാഭ്യാസങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നത് ശവാസനത്തിലൂടെയാണ്. അതൊരു അവസാനിക്കുന്നതായതുകൊണ്ട് ഒരു 10 മിനിറ്റ് ശവാസനത്തിൽ കിടക്കുക. അപ്പോൾ ആ ക്ഷീണം അങ്ങ് മാറി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ് ദീർഘ പ്രാണായാമം. ഈ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ് ആണ്. അത് നാഡീശോധന പ്രാണായാമം. ഈ മൂക്കിലൂടെ ശ്വാസം എടുത്ത് അത് വിടുന്നതാണ്. ആദ്യം അതും ഈ ചെറുവിരലും മോതിരവിരലും കൂടെ അമർത്തി ഈ ഇടതു മൂക്ക് അമർത്തി വലതു മൂക്കിലൂടെ ശ്വാസം എടുത്ത് 2 സെക്കൻഡ് പിടിച്ച് നിർത്തിയിട്ട് പതിയെ തള്ളവിരൽ കൊണ്ട് ശ്വാസം എടുത്ത വലതു മൂക്കുണ്ടല്ലോ അത് അമർത്തി പിടിക്കണം. എന്നിട്ട് ആ പിടിച്ച് നിർത്തിയ ശ്വാസം ഇടതു മൂക്കിലൂടെ നന്നായിട്ട് വിടുക. ശ്വാസം എടുക്കുന്നതിനേക്കാൾ കൂടുതലും ശ്വാസം പുറത്തേക്ക് വിടുന്നതിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, സമയം കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വലതു മൂക്ക് അമർത്തി പിടിച്ചിട്ട് ഇടതു മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് 2 സെക്കൻഡ് പിടിച്ച് നിർത്തിയിട്ട് ചെറുവിരലും മോതിരവിരലും കൊണ്ട് ചെറുവിരലും മോതിരവിരലും കൂടെ ഇടതു മൂക്ക് അമർത്തി പിടിച്ചിട്ട് ആ പിടിച്ച ശ്വാസം വലതു മൂക്കിലൂടെ നന്നായിട്ട് വിടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതും ഒരു 15 തവണ ചെയ്യാം. പിന്നെ ചെയ്യുന്നത് മെഡിറ്റേഷനാണ്. ജ്ഞാനമുദ്ര ഉണ്ട്, അപാന മുദ്രയുണ്ട്, പിന്നെ ആദിമുദ്രയുണ്ട്, ഭൈരവമുദ്രയുണ്ട്, പിന്നെ പൃഥ്വിമുദ്ര. അങ്ങനെ ഒരുപാട് സിമ്പിളായിട്ടുള്ള മുദ്രകളുണ്ട്. അപ്പോൾ നാലാമത്തെ ആഴ്ചയിൽ ആദ്യം ചെയ്യേണ്ടത് ശവാസനമാണ്. ശവാസനത്തിലൂടെയാണ് യോഗാഭ്യാസം ആദ്യം തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ് പദ്മാസനം. അത് 2-3 തവണ അത് 1 മിനിറ്റ് വീതം ചെയ്യുക. അതും 2-3 തവണ. പിന്നെ ചെയ്യേണ്ടത് അർദ്ധ പദ്മാസനം. അതും 1 മിനിറ്റ് ചെയ്യുക. പിന്നെ കടി ചക്രാസനം 1ഉം 2ഉം. ഇത് 5 റൗണ്ട് വീതം ചെയ്യുക. അതൊരു 20 സെക്കൻഡ് മാത്രം ചെയ്താൽ മതി. അങ്ങനെ 5 റൗണ്ട് ചെയ്യുക. പിന്നെ അത് അവസാനിപ്പിക്കുന്നത് ശവാസനത്തിലൂടെയാണ്. ശവാസനത്തിലൂടെയാണ് യോഗാഭ്യാസം തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. അത് ഒരു 10 മിനിറ്റ് കിടക്കുക. അപ്പം നന്നായിട്ട് വിശ്രമം കിട്ടുന്നതാണ്. പിന്നെ ചെയ്യേണ്ടത് ദീർഘ പ്രാണായാമം, ഈ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ടല്ലോ, നാഡീശോധന പ്രാണായാമം. അത് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മളുടെ ചെറുവിരലും മോതിരവിരലും കൂടെ ഇടതു മൂക്ക് അമർത്തി പിടിച്ചിട്ട് വലതു മൂക്കിലൂടെ നന്നായി ശ്വാസം എടുക്കുക. എന്നിട്ട് ആ ശ്വാസം 2 സെക്കൻഡ് വെച്ചിട്ട് തള്ളവിരൽ കൊണ്ട് വലതു മൂക്ക് അമർത്തി പിടിച്ചിട്ട് ആ പിടിച്ചു നിർത്തിയ ശ്വാസം ഇടതു മൂക്കിലൂടെ നന്നായിട്ട് പുറത്തേക്ക് വിടുക. ശ്വാസം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈർഘ്യം വേണം ശ്വാസം പുറത്തേക്ക് വിടുന്നതിന്. അതുപോലെ തന്നെ വലതു മൂക്ക് അമർത്തി പിടിച്ചിട്ട് ഇടതു മൂക്കിലൂടെ ശ്വാസം എടുത്ത് 2 സെക്കൻഡ് പിടിച്ച് നിർത്തിയതിന് ശേഷം
വലതുമുക്കിലൂടെ നന്നായിട്ട് പുറത്തേക്ക് വിടുക ശ്വാസം. പിന്നെ ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ്. ജ്ഞാനമുദ്രയുണ്ട്, ചിന്മുദ്രയുണ്ട്, അപാനമുദ്രയുണ്ട്, വായുമുദ്രയുണ്ട്, പ്രാണമുദ്രയുണ്ട്. അങ്ങനെ സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതും പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ 3-ാമത്തെ ആഴ്ചയിൽ അതാണ് ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് നാലാമത്തെ ആഴ്ചയിൽ ചെയ്യേണ്ട അഭ്യാസമാണ്. ഇത് 4-ാമത്തെ ആഴ്ചയിൽ ആദ്യം ചെയ്യുന്നത് യോഗാഭ്യാസം തുടങ്ങുന്നത് ശവാസനത്തിലാണ്. എന്നാലേ നമ്മുടെ മൈൻഡ് റിലാക്സ് ആകത്തുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് ബദ്ധ പദ്മാസനം. അത് 1 മിനിറ്റ് വെച്ച് ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് അർദ്ധമേരു ദണ്ഡാസനം. അതും ഓരോ കാല് മാറി മാറി 10 തവണ വീതം ചെയ്യുക. അതൊരു 20 സെക്കൻഡ് ചെയ്താൽ മതി. പിന്നെ ചെയ്യേണ്ടത് പൂർണ്ണമേരു ദണ്ഡാസനം. അതൊരു 5 തവണ. പൂർണ്ണമേരു ദണ്ഡാസനം അതൊരു 5 തവണ ചെയ്താൽ മതി. പൂർണ്ണമേരു ദണ്ഡാസനം. പിന്നെ അവസാനിപ്പിക്കുന്നത് ശവാസനത്തിലാണ്. അതൊരു 10 മിനിറ്റ് കിടക്കുക. അപ്പോൾ ശരീരം വീണ്ടും നല്ല വിശ്രമം കിട്ടുന്നതായിരിക്കും. പിന്നെ ചെയ്യുന്നത് ദീർഘപ്രാണായാമം. അത് കഴിഞ്ഞിട്ട് ദീർഘപ്രാണായാമം 15 തവണ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ്. അപ്പോൾ 4-ാമത്തെ ആഴ്ചയിൽ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ശവാസനത്തിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ യോഗ ആദ്യം ചെയ്യുന്നത് ബദ്ധ പദ്മാസനം. അതൊരു 1 മിനിറ്റ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് അർദ്ധമേരു ദണ്ഡാസനം. അത് ഓരോ കാലും മാറി മാറി ചെയ്യുക 10 തവണ വീതം. ഒരു 20 സെക്കൻഡ് വെച്ച് ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടതാണ് പൂർണ്ണമേരു ദണ്ഡാസനം. അതൊരു 5 തവണ ചെയ്യുക. പിന്നെ ഈ യോഗാഭ്യാസം കഴിഞ്ഞാൽ വിശ്രമിക്കുന്ന ഒരു അഭ്യാസമാണ് ശവാസനം. അതൊരു 10 മിനിറ്റ് ചെയ്യുക. അപ്പം നന്നായി വിശ്രമം കിട്ടുന്നതാണ്. പിന്നെ ചെയ്യേണ്ടത് ദീർഘപ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ്. അതും ഒരു 15 തവണ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെയിനും നമ്മുടെ മൈൻഡും ഒക്കെ നല്ല കൺട്രോളിങ് ആവും, നല്ല ഫ്രീ ആവും. പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ. അത് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സിമ്പിളായിട്ടുള്ളൊരു 5 ഹാൻഡ് മുദ്ര അഭ്യസിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് 3-ാമത്തെ ആഴ്ചയിലും 4-ാമത്തെ ആഴ്ചയിലും ചെയ്യേണ്ട അഭ്യാസങ്ങൾ. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഉണ്ടെങ്കിൽ, അല്ല ഞാൻ പറയുന്നതിൽ വ്യക്തമാകുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് അടുത്ത 5-ാമത്തെ ആഴ്ചയിലെയും 6-ാമത്തെ ആഴ്ചയിലെയും കാര്യം പറയുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ബായ്.